ഇതാ പൃഥ്വിരാജ് മലമ്പാതലിലൂടെ എളുപ്പവഴിക്ക് വരികയാണ് അദ്ദേഹം. ജയനും നസീറും അർണോൾഡ് ഷോസ്നഗർ. നമുക്ക് അദ്ദേഹത്തെ എളുപ്പത്തിന് വേണ്ടി ആരനാട് ശിവശങ്കരൻ എന്ന് വിളിക്കാം. ഇതാ ശ്രീനിവാസൻ. ആരനാട് ശിവശങ്കരന് ഒരു ഭീഷണിയായി എത്തിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. ആര്യനാട് ശിവശങ്കരന്റെ തൊട്ടുപിറകിലായി നസീറും ജയനും കുതിച്ചു പായുന്നു. മുകേഷും സിദ്ദിഖുമുണ്ട്. പക്ഷേ വളരെ മുന്നിലായാണ് ശങ്കറിന്റെ പോക്ക്. ശങ്കറിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശങ്കരൻ ഇത് ഇത്ര കണ്ടതാ മക്കളെ. ഇതാ രജനീകാന്ത് അദ്ദേഹത്തെ മറികടന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. രജനീകാന്ത് അദ്ദേഹത്തെ മറികടന്നിരിക്കുന്നു. വളരെ സ്പീഡിലാണ് അദ്ദേഹം. ഇതാ ആരനാട് ശിവശങ്കരന്റെ അതിസാഹസികമായ പ്രകടനം. വണ്ടർഫുൾ. ഇത് ശിവശങ്കറിന് മാത്രം കഴിയുന്ന അത്ഭുത സിദ്ധിയാണ്. ഇതാ മണിയൻപിള്ള രാജു ബൈക്ക് റാലിയിൽ പങ്കെടുക്കാൻ വളരെ ലേറ്റായിട്ട് തന്റെ വിജയ് സൂപ്പറിൽ അദ്ദേഹം പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോക്ക് കണ്ടെന്നൊക്കെ ഈ ബൈക്ക് റാലി മാത്രമല്ല കേരളം മുഴുവൻ കുട്ടിച്ചോറാക്കാനാണ് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് തോന്നുന്നു. ഇതാ ബോളിവുഡിൽ നിന്നും അതിശക്തനായ അജയ് ദേവഗൺ തന്റെ പുത്തൻ നമ്പറുകളുമായി 2 ബൈക്കുകൾക്ക് കുറുകിൽ കയറി നിൽക്കുകയാണ് അദ്ദേഹം. ബൈക്ക് ഓടിക്കാനല്ല, അതിന് മുകളിൽ കയറി നിൽക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിൽപ്പ് കണ്ടെന്നൊക്കെ ഒരു വെല്ലുവിളി പോലെയുണ്ട്. മലയാള ചലച്ചിത്ര താരങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ ആ നിൽപ്പ്. പക്ഷേ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ബൈക്കുകൾക്ക് മുകളിൽ കയറി നിൽക്കുക മാത്രമല്ല, അനായാസമായി ആടിപ്പാടുകയാണ് അദ്ദേഹം. അതെ, ബൈക്കുകൾക്ക് മുകളിൽ കയറി മസിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഒരിക്കലും തയ്യാറാവില്ല. അദ്ദേഹം എന്നും ഫ്ലെക്സിബിലിറ്റിയുടെ ആളാണ്. ഇത് അജയ് ദേവഗന്റെ പുതിയ ഒരു നമ്പറാണ്. വളരെ അപകടകരമായ നമ്പറാണ്. മിക്കവാറും ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ നമ്പറായിരിക്കും. അതെ, അവസാനത്തെ നമ്പറായിരുന്നു അദ്ദേഹത്തിന്റെ. ഇതാ ഋത്വിക് റോഷൻ കുതിച്ചു പായുകയാണ്. അദ്ദേഹം ആരെയോ പേടിക്കുന്നുണ്ട്. ഇതാ ആര്യനാട് ശിവശങ്കരൻ വെടിവെക്കുകയാണ്. ഇത് നമ്മുടെ മത്സര നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ആര്യനാട് ശിവശങ്കരൻ ശ്രദ്ധിക്കണം. ഇവിടെ ബൈക്ക് റൈസിംഗ് ആണ്, ഇത് ബൈക്ക് റാലിയാണ്. ഇത് വെടിവയ്പ് മത്സരമല്ല, ഇതൊരു കൊലപാതക മത്സരമല്ല. തസ്കര വീരൻ ബൈക്ക് റാലിക്ക് അപഖ്യാതി ഉണ്ടാക്കരുത്. ഇത് അഭിഷേക് ബച്ചനും ഋത്വിക് റോഷനും വെടിവെക്കുകയാണ്. ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറിനെ ഇവിടെ ഒതുക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അതിദയനീയമായ കാഴ്ചയാണ്. അദ്ദേഹം പാലം പൊട്ടിച്ചേറി കല്ലായിപ്പുഴയിലേക്ക് വീണിരിക്കുകയാണ്. വളരെ അപകടകരമായ ബൈക്ക് റാലിയാണിത്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരിക്കുന്നു. ഇത് ജനപ്രിയ നായകൻ ദിലീപ് റീത്തുമായി അപകടം മുൻകൂട്ടി കണ്ടാവാം അദ്ദേഹം ഇങ്ങനെ വന്നത്. ഇത് അഭിഷേക് ബച്ചൻ ഋത്വിക് റോഷനെ അതിദാരുണമായി പുഴയിലേക്ക് തള്ളിയിട്ട് അഭിഷേക് ബച്ചനെ കേരളത്തിലെ ജനങ്ങൾ കയ്യേറ്റം ചെയ്യുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ഇതാ അഭിഷേക് ബച്ചന് ബൂസ്റ്റ് കൊടുക്കുകയാണ് ജനം. ഒരു ലക്ഷ്യമില്ല, ജനങ്ങൾ പൊതിഞ്ഞിരിക്കുകയാണ് അഭിഷേക് ബച്ചനെ. ഇതാ കമലഹാസൻ തന്റെ വിദഗ്ധമായ ബൈക്ക് അഭ്യാസങ്ങളുമായി മുന്നേറുന്നു. റോഡ് മാർഗം ഉപേക്ഷിച്ച് അദ്ദേഹം കുന്നിൻ തെരുവുകൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ബൈക്ക് റാലിയിൽ ജയിക്കണമെന്ന് ഒരു വാശിയും ഇല്ലാത്ത പോലെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ. നോക്കൂ എന്തൊക്കെയാണ് അദ്ദേഹം കാണിക്കുന്നത്. ബൈക്ക് റാലി എന്ന് പറയുന്നത് ഇത്തരം കായികാഭ്യാസങ്ങൾ മാത്രമല്ല, എത്രയും പെട്ടെന്ന് ജുറാസിക് വേൾഡിന്റെ ഓഫീസിൽ എത്തണമെന്നാണ് കരാർ. അദ്ദേഹം ഒരു ഉല്ലാസപ്രദമായ യാത്ര പോലെ ആവശ്യമില്ലാത്ത കസർത്തുകൾ കാണിച്ച് മുന്നേറുകയാണ്. അദ്ദേഹം ആ കുന്നിൻ ചെരുവിൽ തന്നെ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഇതോ സോറി, അദ്ദേഹം എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് 2 ആഴ്ച കാലം വിശ്രമമാണ്.